ഇപ്പോൾ ഞങ്ങൾ കാണാൻ പോകുന്നത്. പറഞ്ഞോ. 28 വർഷം. 28 ഇതിനകത്ത് പണ്ടൊക്കെ ഇതെല്ലാം കഴിച്ചിട്ട് ഈ കുളങ്ങൾ പലതരം മത്സ്യങ്ങളെ 28 കാണാൻ പറ്റുന്നില്ല. ഹായ് കൂട്ടുകാരെ, 28 വർഷത്തെ സൈനിക ജീവിതം കഴിഞ്ഞു വന്ന ഒരു ജയ് ജവാന്റെ ഒരു കർഷക പാടമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ഞങ്ങളുടെ സ്വന്തം മേലില എന്ന് പറയുന്ന മേലില ക്ഷേത്രം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന ഒരു മീൻകുളവും നല്ല അടിപൊളി സജ്ജീകരണമായിട്ട് കുറേ കൃഷികളും പാവയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങൾ. അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി മീൻ വളർത്തലായ 3-4 കുളങ്ങൾ. നിങ്ങളാരും ഈ കുളം ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്നാൽ ഇതിനകത്തുള്ള ഓരോ കൃഷികളും ഒരു സൈനിക ജീവിതത്തിൻ്റെ ഒരു മുന്നോടിയായിട്ട് വന്നിട്ട് ഇപ്പോൾ നല്ല അടിപൊളി ഒരു കൃഷിയായിട്ട് നിൽക്കുന്നത് നമ്മുടെ സൈനികനെ നമ്മൾ ഏതാനും നിമിഷം നമ്മൾ കാണാൻ പോവുകയാണ്. നിങ്ങൾക്കെല്ലാം കാണാം. നോക്ക്, വാഴ, അത് കഴിഞ്ഞിട്ട് തോട്ടം ആണ്ടേ, അത് കഴിഞ്ഞിട്ട് നല്ല കൃഷി, അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ തോട്ടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഇതാണ് നമ്മുടെ പറഞ്ഞ സൈനികൻ എന്ന് പറയുന്ന വ്യക്തി. ഇതാണ്. നമസ്കാരം. അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് അതിൻ്റെ ചുറ്റുപാടും തന്നെ മൊത്തത്തിൽ മീൻകുളത്തിനകത്ത് ഉൾപ്പെടെ മൊത്തത്തിൽ കൃഷിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മേലില ക്ഷേത്രത്തിന് സമീപമാണ്. അന്ന് 2 വാക്ക് സംസാരിക്കണം. എടുത്തു. പെൻഷനായതിനു ശേഷം വീട്ടിൽ നിന്ന് വിശ്രമ ജീവിതം നയിക്കാം എന്നുള്ള ഒരു ഉദ്ദേശം എൻ്റെ മനസ്സിലില്ല. കഴിയുന്നിടത്തോളം നമ്മളിറങ്ങി പ്രയത്നിക്കുക. വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലെ അന്യം നിന്ന് പോകുന്ന തെങ്ങ്, അത് ആണ് നിങ്ങൾ ഈ കാണുന്ന ഈ തെങ്ങിൻ്റെ കൃഷിയുടെ ഉണ്ട്. അതിനിടയ്ക്ക് ഞാൻ മത്സ്യങ്ങൾ വളർത്തുന്നുണ്ട്. തെങ്ങ് അത് ഇതുമെല്ലാണ്. ഇപ്പോഴേ സന്ധ്യ ആകാറായി, മത്സ്യങ്ങളെ കാണാൻ പറ്റുന്നില്ല. 3 കുളമുണ്ട്. നമ്മൾ അധ്വാനിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം കിട്ടും. പക്ഷേ അധ്വാനം ആണ് ഏറ്റവും വലിയ പ്രധാനം. ഇത് ജൈവവളത്തിൽ, അതുപോലെ ഇത് ജൈവവളം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇടാത്ത നല്ല അടിപൊളി കൃഷിയായ രീതിയാണ്. ഇട്ട് അതിൻ്റെ കൂടെ തന്നെ അല്ലാതെ മാരകമായ വിഷാംശങ്ങളും ഒന്നും അടിക്കാത്ത നല്ല സൂപ്പറായിട്ട് കൃഷി ചെയ്ത് എല്ലാവർക്കും പയറ്, പാവല്, ഞാൻ പറയാം. ഇത് നമ്മുടെ സാധാരണ നാട്ടിൻപുറങ്ങളിൽ കാണപ്പെടുന്ന ഉണ്ടമുളകാണ്. അത് ഞാൻ പാവിയിരിക്കുകയാണ്. പാവി ഒരു പക്വതയായ മുളകിനെ ഇവിടെ നട്ടിട്ടുണ്ട്. നട്ട ഞാനിത് ഉണ്ടമുളക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മേലില അമ്പലത്തിന് സമീപം വന്നാൽ മതി. പുള്ളിക്കാരൻ തൈ ഫ്രീ ആയിട്ട് തരുന്നതാണ്. പയറെടുത്ത് ജവാന്റെ അധ്വാനമാണ്. ഒരു പട്ടാളക്കാരന്റെ അധ്വാനമാണിത്. കണ്ണിലൊന്നും അടിക്കാൻ നമ്മളെ കൊണ്ടാവില്ല. കുഞ്ഞച്ച പറ. കുഞ്ഞച്ചനെ അറിയാലോ പട്ടാളക്കാരന്റെ സ്വഭാവം. അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അണ്ണ എന്റെ കൂടെ വരട്ടെ. ഓക്കെ.